ഞാൻ സിസ്റ്ററിലേക്ക് ഒന്ന് പോകുന്നു. സിസ്റ്റർ, ഇന്ന് ജാമ്യം കിട്ടേൻ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആഭ്യന്തരമന്ത്രി അങ്ങനെ ഉറപ്പ് നൽകിയതായിട്ട് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും എം പിമാരും ഒക്കെ പറയുകയും ചെയ്തു. ഇപ്പോൾ 8 ദിവസമാകുന്നു. നാളെ ആകുമ്പോഴേക്ക് 9 ദിവസമാകും. പ്രായാധിക്യമുള്ളവരാണ്, വയോധികരാണ്. ഇവർ ഇത്രയും ദിവസം ജയിലിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുന്നില്ലേ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ? തീർച്ചയായും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ജയിലിലായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ട്. നിരപരാധികളും നിഷ്കളങ്കരുമായ ഞങ്ങളുടെ ഈ സഹോദരിമാർ ക്രൈം നമ്പർ 16/2025 ഈ കുറ്റത്തിലേക്കാണ്, അതായത് കുറ്റകൃത്യം നമുക്കറിയാം, ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അറ്റ് ദ സെയിം ടൈം കൺവേർഷൻ. ഇത് ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ മേൽ ചുമത്തിയ അലിഗേഷൻസ് ആണ്. പിന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിചാരണയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനോ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല. കാരണം ഞങ്ങളെ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നന്മ ചെയ്യാൻ മാത്രമായിട്ടാണ്. എൻ്റെ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിന്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷാ രംഗങ്ങളിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഒരുപക്ഷെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേരത്തെ കെന്നഡി കരിമ്പിങ്കാല അടക്കം പറഞ്ഞതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ്, നിങ്ങൾ കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിനുമപ്പുറം, അശരണരായ മനുഷ്യർക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിനുമപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനത്തിന് നമ്മുടെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സിസ്റ്റർ ഓഫ് ഗാർഡൻസ് എന്ന് പറയുന്ന നമ്മളുടെ സഭാ വിഭാഗത്തിലുള്ള കന്യാസ്ത്രീ സമൂഹം ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഞങ്ങൾ അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോലും ഞങ്ങൾ പോയിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. ഏകദേശം 70 വർഷത്തോളമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ സുദീർഘമായി സേവനം ചെയ്തു വരികയാണ്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ സേവനം ഞങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ ആരെയും കൺവേർഷൻ നടത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അവർക്ക് നല്ല മൂല്യങ്ങൾ പകർന്നുകൊണ്ട് അവർക്ക് മനപരിവർത്തനത്തിലേക്ക്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരെ നല്ല ചിന്തയിലൂടെ സമൂഹത്തിനും നാടിനും അഭിമാനമുള്ള വ്യക്തികളാക്കി ഉയർത്തുവാനുമുള്ള ഒരാഹ്വാനവും ഒരു സന്ദേശവുമാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. സഹജീവികളുള്ള സ്നേഹം ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യമാണല്ലോ സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ, നാളെയെങ്കിലും നമുക്ക് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷയുള്ളത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത് സിസ്റ്റർ? 8 ദിവസം കഴിഞ്ഞു. ഈ 2 സിസ്റ്റർമാർക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഭരണഘടനയുള്ള കടന്നുകയറ്റമാണെന്നും ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി സംഭവിച്ചതാണെന്നും ഞങ്ങൾ ഉച്ചയിസ്തരം പറയുകയാണ്. ഈ മനോഹരമായ ഒരു ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭരണഘടനയുടെ heart and soul എന്ന് പറയുന്നതാണ് preamble. We all know that we the people of India have been solemnly resolved to constitute India. ഭരണഘടനയാണ് വിചാരണ ചെയ്തത്. യഥാർത്ഥത്തിൽ സിസ്റ്റർമാരെയല്ല. അഴികളിൽ അടച്ചിരിക്കുന്നതും ഒരർത്ഥത്തിൽ ഭരണഘടനയിലെ സെക്കുലറിസമാണ്. Debate with Dr. Arun Kumar.